ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോയുടെ പ്ലഷർ വണ്ടി. എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ട് പുറത്തേക്ക് ഓയിൽ ചാടി വന്നതാണ് കേട്ടോ. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. ഇത് ഈ കംപ്ലയിൻറ്റ് എനിക്ക് മുമ്പ് ഒരു വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലത്തെ ഓയിൽ സീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എഞ്ചിൻ കേസിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിക്കേണ്ടത്. പുറമേ നിന്ന് നമുക്ക് അടിക്കാനായിട്ട് പറ്റില്ല. അടിച്ചാൽ അത് ക്ലിയർ ആവില്ല. അപ്പോൾ അതിക്ക് മുമ്പ് കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മൾ ആ പഴയ ഓയിൽ സീൽ നിലനിർത്തി അതിൻ്റെ മുകളിൽ ഒരു ഓയിൽ സീൽ അടിച്ചു കൊടുത്തിട്ടാണ് തൽക്കാലം സോൾവ് ചെയ്തത്. ഇപ്പോഴും നമുക്ക് അത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കംപ്ലയിൻറ്റ് 100% മാറില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കാണ്. അതായത് ക്രാങ്ക് ഔട്ടായേക്കാം. അങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഓയിൽ സീൽ അടിച്ചാൽ അത് നിൽക്കില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ട് അത് ക്രാങ്ക് ഔട്ടായേക്കണേ എന്താണെന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സൗണ്ട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. സെൽഫ് അടിക്കുമ്പോൾ സാധാരണയിൽ കൂടുതൽ ഒരു നോർമലായിട്ടുള്ളൊരു സൗണ്ട് നിലവിൽ വണ്ടിക്ക് വരുന്നുണ്ട്. അതാണ് ശരിക്കും ക്രാങ്ക് ഔട്ട് ആയേക്കണേൻ്റെ ഒരു നമുക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലക്ഷണം. അത് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി ഇതിപ്പോൾ കറക്റ്റ് ലൈനിൽ നിന്ന് വർക്ക് ചെയ്യണം. ഇതിപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഔട്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യും. ഈ സൈഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഓയിലിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇത് കിട്ടില്ല. കാരണം എല്ലാ ഭാഗവും ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നത് കൊണ്ട് ആ ഗ്യാപ്പിൽ കൂടെ ഓയിൽ എന്തെങ്കിലും പുറത്തേക്ക് വരും. അതാണ് നിലവിൽ വണ്ടിക്ക് വന്നേക്കണ കേസ്. പുറമേ നിന്ന് നമുക്കൊരു ഓയിൽ സീൽ അടിച്ച് നോക്കാമെന്നുള്ളൂ. 100% അത് ക്ലിയർ ആവില്ല. കംപ്ലയിൻറ്റ് 100%, ഈ ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് 100% മാറണമെന്നുണ്ടെങ്കിൽ എൻജിൻ അഴിക്കണം. എൻജിൻ കേസ് ക്ലീൻ റെഡി ആക്കിയതിന് ശേഷം ക്രാങ്കിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആക്കണം. ക്രാങ്ക് ആദ്യം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെൽഡ് ചെയ്തൊക്കെ വേണമെങ്കിൽ പിടിപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ സീൽ അടിച്ചാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതല്ലാണ്ട് കംപ്ലയിൻറ്റ് മാറില്ല. നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് എങ്ങനെയൊക്കെ ഓയിൽ സീൽ അടിച്ചാലും ആ കംപ്ലയിൻറ്റ് മാറാൻ പോണില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് നമ്മളിപ്പോൾ തൽക്കാലം റെഡിയാക്കി ഇട്ടാലും ആ കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും. കാരണം ഓൾറെഡി ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കണം കൊണ്ട് തന്നെ റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ 100% കംപ്ലയിൻറ്റ് മാറില്ല. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഓയിൽ സീൽ അടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ചെയ്യുന്നതിൻ്റെ പൈസയും വരും, ഓയിൽ സീൽ കാര്യങ്ങൾ വരും. അതേപോലെ തന്നെ ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വീണ്ടും വരും. അത് മനസ്സിലാക്കാം. അത് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫുള്ളായിട്ട് എഞ്ചിൻ ഭാഗം അഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ സീൽ അടിച്ച് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കി കയറ്റിയാൽ മാത്രമാണ് 100% കംപ്ലയിൻറ്റ് മാറുള്ളൂ. കംപ്ലയിൻറ്റ് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ അഴിച്ചിട്ട് ചെയ്താൽ തന്നെയാണ് അത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതുവരെ വണ്ടി വെയിറ്റിങ്ങിലാണ്, വണ്ടി പെൻഡിങ്ങിലായിരിക്കും. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതിന് ശേഷമാണ് എന്താണ് ചെയ്യേണ്ടത് ആ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ.